പറയാം നല്ല മധുരമുണ്ട് കേട്ടോ ഈ ഒരു നൈറ്റ് ക്രീം. എന്താ കാരണം എന്നുള്ളത് അറിയില്ല. ഇത് കളറൊന്നും ഇല്ലാത്തൊരു ലിപ് ബാമാണ്. വേറൊരു പ്രൊഡക്റ്റ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ചിപ്പ് ചിപ്പല്ല, ഇതും എൻ്റെ രണ്ടാമത്തെ പർച്ചേസാണ്. ഇറ്റ്സ് ഗുഡ് മോയ്സ്ചറൈസർ. പ്ലമിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിൽ വരുന്ന ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. അതെല്ലാം കറക്റ്റാണ് കേട്ടോ, ഫ്രേഗ്രൻസ് ഫ്രീ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. ഒട്ടും ഓയിൽ തോന്നില്ല, ഒട്ടും ഹെവി അല്ല, നല്ലൊരു അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. ചിപ്പ് ചിപ്പല്ല, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന മാതിരിയല്ല. ഗുഡ് മോയ്സ്ചറൈസർ, ഇനി വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 470 റുപ്പീസാണ്. വാങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കും, നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഒട്ടും ഞാൻ പറഞ്ഞ പോലെ വെയ്റ്റ്ലെസ് ആണ്. ഗുഡ്. ക്ലെൻസിങ് ബാമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ഇനി ഒരു ക്ലെൻസിങ് ഓയിൽ കൂടി ഉണ്ട്. ഇതും എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റി കാര്യം സംസാരിച്ച് കേട്ടിട്ടില്ല ഞാൻ. ക്ലെൻസിങ് ബാം അല്ലാതെ ഇത് ഞാൻ പറഞ്ഞില്ലേ 4-5 പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് ക്ലെൻസിങ് ബാം. വേറൊരു പ്രൊഡക്റ്റ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് പ്ലമ്മിൻ്റെ ഹെംപ് ക്ലെൻസിങ് ഓയിൽ. ഇത് മേക്കപ്പ് റിമൂവ് ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ്. സൺസ്ക്രീൻ റിമൂവ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതെനിക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതിന് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ദിസ് ഇസ് എ ഗുഡ് പ്രൊഡക്റ്റ്. ഇത് ഹെംപ് ഓയിലാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉള്ളത്. 75 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൽ സ്ക്വാലിൻ ഉണ്ട്, ബിസബോൾ ഉണ്ട്. ഓക്കെ, സോ ഇത് കുറച്ചെടുക്കുക, മുഖത്ത് അപ്ലൈ ചെയ്യുക, തുടച്ച് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ഈസി ആയിട്ട് ഫുള്ളി കംപ്ലീറ്റ്ലി സ്ട്രിപ്പ് ഓഫ് ആവും. എന്ത് വാട്ടർ പ്രൂഫ് മസ്കാര ആയാലും ലിക്വിഡ് ലിപ്സ്റ്റിക് ആയാലും മാറ്റ് ആയാലും എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ആവുന്നുണ്ട്. മുഖം നല്ല ക്ലീൻ ആവുന്നുണ്ട്. പിന്നെ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രം മതി. സോ ഇതെനിക്ക് വർക്ക് ചെയ്തൊരു പ്രോഡക്റ്റാണ്. ഇനി വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. യാ, ഗുഡ്, നല്ല പ്രോഡക്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനെപ്പറ്റി ആരും സംസാരിച്ചിട്ടില്ല. ഇത് ന്യൂ ലോഞ്ച് ആണോ എന്നുള്ളതും എനിക്കറിയില്ല. ബട്ട് ദിസ് ഇസ് എ ഗുഡ് പ്രോഡക്റ്റ്. അടുത്തത് എൻ്റെ കയ്യിലുള്ളത്, ഞാനൊരു സാലിസിലിക് ഫേസ് വാഷ് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയൊരു പ്രോഡക്റ്റാണ് ഇത് പ്ലമ്മിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. ഫൈറ്റ്സ് ആക്നെ, കൺട്രോൾസ് ഓയിൽ വിത്ത് ഫ്രൂട്ട് എ ആണ്. ഇതൊരു ഫോമിങ് ഫേസ് വാഷാണ്. ഞാനൊരു ഫോമിങ് ഫേസ് വാഷ് ഫാൻ അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇത് വാങ്ങിയിട്ട് ഞാൻ കുറേ കാലമായി തീരാത്തൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഒരു രസത്തിന് വാങ്ങി നോക്കിയതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫോമിങ് ഫേസ് വാഷൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. ഇതിൽ സാലിസിലിക് ആസിഡാണ്. പിമ്പിൾസ് നിറയുള്ളവർക്ക് സാലിസിലിക് ആസിഡ് പ്രൊഡക്റ്റുകൾ ഡെയിലി ഏതെങ്കിലും രീതിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ടോണറായിട്ടോ ഫേസ് വാഷായിട്ടോ സെറമായിട്ടോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറിൽ ഉള്ള പ്രൊഡക്റ്റായിട്ടോ ഒക്കെ ഏതെങ്കിലും രീതിയിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ അങ്ങനെ നോക്കി വാങ്ങിയതാണ്. ബട്ട് ഞാൻ ഫോമിങ് ഫേസ് വാഷ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ പ്രോഡക്റ്റുകൾ ഇരിപ്പുണ്ട്. പക്ഷേ അത്യാവശ്യം മുഖം ക്ലീൻ ആവുന്നുണ്ട്. നോട്ട് ലൈക്ക് ഈ ഒരു ഫേസ് വാഷ് മാതിരി എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇറ്റ്സ് ഗുഡ്, കുഴപ്പമില്ല. ഇനി വാങ്ങുക ചോദിച്ചാൽ ഞാനിത് വാങ്ങില്ല. കാരണം എനിക്ക് ഫോമിങ് ഫേസ് വാഷ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങില്ല. ഓക്കെ, പിന്നെ അധികം ആരും പറഞ്ഞ് കേൾക്കാത്ത ഒരു പ്രോഡക്റ്റാണ്. ഇതും എനിക്ക് ലുലുന്ന് കിട്ടിയതാണ്. ഓക്കെ, ഇത് പ്ലമ്മിൻ്റെ, ഞാൻ വേറെ ഏത് പ്രൊഡക്റ്റ് പറഞ്ഞു എന്നൊന്നും സംശയം, അതൊന്നും നോക്കിയതാണ്. ഇത് പ്ലമ്മിൻ്റെ ഹലോ മൈസലാർ ക്ലെൻസിങ് വാട്ടർ. ഇത് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ ആൽക്കഹോളൊന്നുമില്ല. ബട്ട് 200 ml ആണ്. 375 റുപ്പീസാണ്. നല്ലൊരു മൈസലാർ വാട്ടറൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വാങ്ങിക്കോളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. അലോവേരയാണ് മെയിൻ കണ്ടന്റ് വരുന്നത്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടല്ലോ തീരാറായി. മിക്ക പ്രോഡക്റ്റിലും ഞാൻ യൂസ് ചെയ്ത് തീരുന്നു. എനിക്കൊരു സംശയം ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചു എന്നുള്ളത്. ഈ അലോ പ്രോഡക്റ്റ് കണ്ടപ്പോഴാണ്. ഇത് മിക്കപ്പോഴും കോംബോ ആയിട്ടാണ് കാണുന്നത്. അലോ മൈസലാർ വാട്ടറും അലോവേര ജെല്ലും. പ്ലമ്മിൻ്റെ അലോവേര ജെല്ല് വളരെ നല്ലതാണ്. എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു എന്നുള്ളത് അറിയില്ല. പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ബാക്കി പ്രൊഡക്റ്റുകളെ പറ്റി സംസാരിക്കാം. ഇനി അടുത്തത്, ഇതും എൻ്റെ ഒരു സെക്കൻഡ് പർച്ചേസ് ആണ്. ഇത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിൽ വരുന്ന ക്ലിയർ ഫേസ് മാസ്ക് ആണ്. ഇത് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം ഇഷ്ടമായി.
തോന്നിയതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ രണ്ടാം പ്രാവശ്യം വാങ്ങിയപ്പോൾ എനിക്ക് അതിനോടുള്ളൊരു ഇഷ്ടം പോയി. ഇത് ഞാൻ പറഞ്ഞ പോലെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിൽ വരുന്ന ക്ലിയർ ഫേസ് മാസ്ക് ആണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മാത്രം ഞാൻ ക്ലോസപ്പ് എടുത്തില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ക്ലേ മാസ്ക് ആണ്. ഇതിപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ സ്കിന്നിനൊന്നും ചെയ്യാത്ത മാതിരി തോന്നുന്നുണ്ട്. ഇത് അബ്സോർബ് ആവാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്ന എൻ്റെ സ്കിന്ന്. കുറച്ച് തിക്കാണ്, മണമുണ്ട്. എന്താ പറയുക, ഒരു ഷേവിങ് ലോഷൻ്റെയൊക്കെ ഷേവിങ് ലോഷനും എന്തോ ഒരു ഹെർബൽ മിക്സിൻ്റെയൊക്കെ ഒരു മണമാണ് വരുന്നത്. സോ ഇത് നീ വാങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാങ്ങില്ല. കാരണം ഇതിലും നല്ല ഫേസ് മാസ്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. സോ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയോ എന്ന് എനിക്കൊരു സംശയം. ബട്ട് ഇനി ഞാനിത് വാങ്ങില്ല കേട്ടോ, ഈ ഒരു പ്രൊഡക്റ്റ്. പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ക്ലിയർ ഫേസ് മാസ്ക്. അടുത്തത് ലിപ് ബാം ആണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ അവിടെ നിറയെ ലിപ് ബാംസ് ഉണ്ട്. ഇത് കളറൊന്നും ഇല്ലാത്തൊരു ലിപ് ബാമാണ്. ബെറി ഫെസ്റ്റ് ആണ്. പ്ലം കാൻറ്റിമെൽസ് വീഗൻ ലിപ് ബാം. ഇതൊരു ഡബ്ബ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 1-2 വർഷത്തേക്ക് ഇനി വാങ്ങേണ്ടതെന്നാണ് തോന്നുന്നത്. വളരെ കുറച്ച് മതി. അത്യാവശ്യം ഒരു 2-3 മണിക്കൂർ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് നിൽക്കും. എനിക്ക് ആകെയുള്ള പ്രശ്നം ഇതിൻ്റെ മണം ഒരു ബബിൾ ഗം മണമാണ്. എനിക്ക് അത്ര ബബിൾ ഗം മണം അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്. സോ മണം ഒഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. ചെറിയൊരു ടിൻറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. നമുക്ക് കാണുമ്പോൾ കുറച്ച് എടുക്കുമ്പോൾ ട്രാൻസ്പാരൻ്റ് ആണ്. ഇതിലും കുറച്ച് കളർ തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ വളരെ പൊടിക്കൊരു ബെറി കളർ വരുന്നുണ്ട്. ഒരു നാച്ചുറൽ ലിപ് കളർ വരുന്ന മാതിരി വരുന്നുണ്ട്. അല്ലാതെ ഇതിന് വേറെ കളേഴ്സൊന്നുമില്ല. എനിക്ക് ആ മണവും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ബട്ട് ഈ പ്രൊഡക്റ്റുകളുണ്ട്. ഞാൻ ചുണ്ട് നല്ലോണം ഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നടക്കുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഓക്കെ പ്രൊഡക്റ്റാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്രീം കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ 2 ക്രീമുണ്ട്. ഓക്കെ, ഇത് പ്ലമ്മിൻ്റെ റെറ്റിനോൾ 0.5% റിന്യൂവിങ് നൈറ്റ് ക്രീം. ഇത് ഫൈൻ ലൈൻസിനും റിങ്കിൾസ് മാറ്റാനാണ്. ഇത് ക്രീമാണ്. ഇതിൽ 0.5% ബക്കച്ചിയോളുണ്ട്, 0.8% ബിസബലു ഉണ്ട്. ഈ ഒരു നൈറ്റ് ക്രീം, ഇതൊരു നൈറ്റ് ക്രീമാണ്, റെറ്റിനോൾ ക്രീമാണ്. ഈ ഒരു നൈറ്റ് ക്രീം, ഒരു കാര്യം പറയാം, നല്ല മധുരമുണ്ട് കേട്ടോ ഈ ഒരു നൈറ്റ് ക്രീം. എന്താ കാരണം എന്നുള്ളത് അറിയില്ല. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്തെല്ലാം എനിക്ക് അറിയാതെ നക്കി ടേസ്റ്റ് വരുന്നതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറിയാതെ ആക്കുമ്പോൾ ടേസ്റ്റ് വരുന്നതാണ്. നല്ല മധുരമുണ്ട് ഈ ഒരു നൈറ്റ് ക്രീം. അല്ലാതെ ഇത് ഇറ്റ്സ് എ ഗുഡ് നൈറ്റ് ക്രീം. ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. അവിടെ ഈ ഒരു ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി വാങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനിയും വാങ്ങും. റെറ്റിനോളാണ്. അപ്പം നിങ്ങൾ റെറ്റിനോളൊന്നും ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ നല്ലൊരു നൈറ്റ് ക്രീം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു നൈറ്റ് ക്രീമാണ്. ഇത് എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും തോന്നിയില്ല. പക്ഷെ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ചെയ്യാനും ഈ പോകെ യൂസ് ചെയ്യുമ്പോൾ വല്ല ചേഞ്ചസ് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ക്രീമല്ലേ, അതുകൊണ്ട് ഇറ്റ്സ് ഗുഡ്. മുഖം നല്ല ഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. നല്ല മധുരമുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് നൈറ്റ് ക്രീമാണ്. ഇതെൻ്റെ 3rd പർച്ചേസാണ്. സോ അറിയാലോ, ഇത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല കേട്ടോ, 2-3 പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിൽ വരുന്ന റിന്യൂഡ് ക്ലാരിറ്റി നൈറ്റ് ജെല്ലാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ മൂന്നാമത്തെ പർച്ചേസാണ് ഇത്. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് നൈറ്റ് ക്രീമാണ്, നൈറ്റ് ജെല്ലാണ്. പെട്ടെന്ന് എൻ്റെ സ്കിന്നൊക്കെ ഇറിറ്റേറ്റഡ് ആവുകയാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. നല്ല കാമിങ്. ഇത് അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ല തണുപ്പ്, നല്ലൊരു കൂളിംഗ് ഫീലിംഗ് വരും. ഇതിലൊരു ലൈറ്റ് ഗ്രീൻ കളറുണ്ട്. ഒരു ജെൽ ആപ്ലിക്കേഷനാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്, നൈറ്റ് ക്രീമാണ് ഇത്. ഇതിൽ ആക്ച്വലി എന്താ പറയുക, ഗ്ലൈക്കോളിക് ആസിഡാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്നാണ് ഞാൻ വായിച്ചത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ലൊരു നൈറ്റ് ക്രീം നോക്കുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇത് രണ്ടും വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഗ്രീൻ ടീ റേഞ്ചിലുള്ള നൈറ്റ് ക്രീമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇത് ബെസ്റ്റാണ് കേട്ടോ. ഇത് നല്ല നൈറ്റ് ക്രീമാണ്. നല്ലൊരു നൈറ്റ് ക്രീം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വാങ്ങി നോക്കിക്കോളൂ.